കാരണം നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ എവിടെയും സംസാരിക്കുന്നത് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞിട്ടാണ്. ആ ഇന്ത്യനത്വത്തെയാണ് അല്ലെങ്കിൽ ഭാരതീയതയാണ് നമ്മൾ നമ്മുടെ ദേശീയതയായിട്ട് നമ്മൾ കണക്കാക്കണം. അതിൽ അഭിജിത് ദുബെ പറയുന്നത് രാഹുൽ ഗാന്ധി ബാറ്റ്സ്മാനായിട്ട് ഗ്രീസിൽ ഇരിക്കുന്നിടത്തോളം കാലം BJP ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ ദേശസ്നേഹികളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും 22 കുട്ടികൾ ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന, അവരുടെ ഒരു തെറ്റും ചെയ്യാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി എന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ തയ്യാറാകും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. അങ്ങനെ ജീവിക്കുമ്പോഴും നമ്മൾ അമേരിക്കയിലായാലും ജർമ്മനിയിലായാലും ഓസ്ട്രേലിയയിലായാലും നമ്മൾ ഇന്ത്യക്കാരായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരനാക്കി നിർത്തുന്ന നമ്മളുടെ ഒരു സ്വത്വബോധമുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. കുറച്ചുകൂടി കൂടിയ ഒരു എക്സ്റ്റൻഷനാണ് ഞങ്ങൾ ദേശീയവാദികളും ഞങ്ങൾ ദേശസ്നേഹികളും നിങ്ങൾ ദേശസ്നേഹികളല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ വേണ്ടതൊരു ഭരണമാറ്റമൊന്നുമല്ല, പകരം രാഷ്ട്രീയ സംസ്കാരത്തിൽ തന്നെ അടിമുടി ഒരു മാറ്റം വേണമെന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ് സോനം വാങ്ചുങ്ങിന്റെ ഭാര്യ ഗീതാഞ്ജലി വാങ്മെ. അവരിത് പറയാൻ ഉണ്ടായ ഒരു കാരണമുണ്ട്. കോൺഗ്രസ്സുകാർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. അത്തരമൊരു അഭിപ്രായം ഞങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഞങ്ങളെ സംഘികളാക്കുന്നു, BJPക്കാർ എങ്ങനെയാണ് ഞങ്ങളെ ചൈനക്കാരാക്കിയിട്ടുള്ളത്, ഫോറിൻ ഫണ്ടഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവരെന്ന് പറഞ്ഞിട്ടുള്ളത്. സമാനമായ രീതിയിൽ 2 പാർട്ടിക്കാർക്കും ഒരേ സ്വഭാവമാണെന്നാണ് ഗീതാഞ്ജലി വാങ്മെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്, അഭിപ്രായം തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ചാപ്പയടി കിട്ടുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന് അടിമുടി മാറ്റം വേണമെന്നാണ് ഇവർ വിലയിരുത്തിയിരിക്കുന്നത്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സംഘിപ്പട്ടവും കുങ്ങിപ്പട്ടവും അല്ലെങ്കിൽ കമ്മിപ്പട്ടൊക്കെ കിട്ടിയിട്ടുള്ളവർ തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് മാഷ് ആദ്യം ഇതിനെ വിലയിരുത്തുന്നത്, ഈ ഒരു അഭിപ്രായത്തെ? അല്ല, എനിക്ക് തോന്നുന്നത് ഗീതാഞ്ജലിയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഒരു ജനകീയ ബദലിൻ്റെ ശബ്ദത്തിലാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ജനകീയ ബദൽ അവരെങ്ങനെ രൂപപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, ലഡാക്കിലെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സോനം വാങ്ചുങ് നടത്തിയ സമരമായിരുന്നു അതിൻ്റെ പശ്ചാത്തലം. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ലഡാക്കിലുള്ളതായിട്ടുള്ള യുവാക്കൾക്ക് പഠിക്കാനായിട്ടുള്ള സംവിധാനമില്ല എന്ന് കണ്ടെത്തിയ സമയത്ത് അവർക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പഠിക്കാൻ പറ്റാതെ പോയ ഒരാൾ, പഠിക്കാൻ സൗകര്യമില്ല, അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് പഠിക്കാനായിട്ട് കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ട് തൻ്റെ ജനതയെ അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസവും നൽകുന്നതിനുള്ള പോരാട്ടം നടത്തിയ ഒരാളായിരുന്നു സോനം വാങ്ചുങ്. ഈ വാങ്ചുങ് നടത്തിയ ആ സമരം പക്ഷെ എങ്ങനെയാണ് BJP വ്യാഖ്യാനിച്ച്, ഇയാൾ ചൈനക്കാരനാണ് എന്ന് പറഞ്ഞിട്ട്. ഇയാൾ ചൈനക്കാരൻ മാത്രമല്ല, വിദേശികളുടെ ഫണ്ട് വാങ്ങുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ടാണ്. എന്നുവെച്ചാൽ ആദ്യകാലത്തെ സോനം വാങ്ചുങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഹീറോ ആയിരുന്നു. കാരണം ലഡാക്കിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളാണ് അദ്ദേഹത്തെ ഹീറോ ആക്കി മാറ്റിയത്. പക്ഷേ അത് BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ശബ്ദമായി എപ്പോൾ മാറിയോ അപ്പോൾ അയാൾ ചൈനക്കാരനായി മാറി, ചൈനച്ചാരനായി മാറി. അതാണ് പ്രശ്നം. നിങ്ങൾ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ അഭിപ്രായങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ള അഭിപ്രായമായി കഴിഞ്ഞാൽ സർക്കാർ നിങ്ങളെ മുദ്രയടിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ചാപ്പകുത്തലാണ് പ്രധാനപ്പെട്ട ജോലി. ആ ചാപ്പകുത്തലിൻ്റെ മറുവശമാണ് ഗീതാഞ്ജലി ഇപ്പോൾ സംസാരിച്ചത്. കാരണം പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ രാഹുൽ ഗാന്ധി നടത്തിയ സമരത്തെ അവർ എതിർത്തു, അല്ലെങ്കിൽ അതിൽ ആത്മാർത്ഥമില്ല എന്നവർ പറഞ്ഞു. ഉടനെ കോൺഗ്രസിൻ്റെ ഹാൻഡിലുകൾ IT സെൽ ആ IT സെല്ലേക്ക് എന്താ ചെയ്ത്, ഇവര് സംഖ്യകളാണെന്ന് പറഞ്ഞു. നിങ്ങളൊരു പ്രത്യേക അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം ഞങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്കിഷ്ടമുള്ള വിഭാഗമായിട്ട് ചാപ്പകുത്തും എന്നുള്ളതാണ്. ഈ ഒരു രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തിൻ്റെ ഗ്രാമർ പൊളിച്ചെഴുതണം എന്ന അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഗീതാഞ്ജലിക്കുള്ളത്. ഇതാണ്. പക്ഷേ ആ വാക്കുകൾ ഇങ്ങനെയാണ്: കൊടികൾ വ്യത്യസ്തമാണ്, പക്ഷേ രീതികൾ ഒന്നു തന്നെ. നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം മുഴുവൻ ജീർണത ബാധിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് ആവശ്യം കേവലം ഭരണമാറ്റമല്ല, മറിച്ച് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ശൈലിയിൽ തന്നെ മാറ്റം വരണം. വിയോജിപ്പുകളെ
അപലവൽക്കരണത്തിലൂടെയല്ല മറിച്ച് സംവാദത്തിലൂടെ നേരിടുന്ന രീതി വേണം. പാർട്ടിയോടുള്ള കൂറ് കൊണ്ടല്ല മറിച്ച് സത്യസന്ധത കൊണ്ട് ദേശസ്നേഹം അളക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. സത്യത്തിന് പ്രാധാന്യം നൽകുന്ന സംസ്കാരം ഉണ്ടാകണം. അതാണ് നമുക്കാവശ്യം. ഇങ്ങനെയാണ് രതീഷ് ഭായി ഇതിനെ വിലയിരുത്തുന്നത്. ഈ പറഞ്ഞതൊക്കെ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഗീതാഞ്ജലി വർമ്മയെ പറഞ്ഞത്. ഇതിനു മുമ്പും യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്ക് നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ചരിത്രമൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം അവിടുത്തെ ലഡാക്കിലെ അവരുടെ കൗൺസിൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും അവർക്ക് ഭരണാധികാരം കിട്ടുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. അവിടുത്തെ ആളുകൾക്ക് തൊഴിലില്ലായ്മ ഉണ്ട് എന്നുള്ളതും ആ തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുമൊക്കെ സമരങ്ങൾ നടത്തിയിരുന്നു. ആ സമരങ്ങൾ നടത്തുന്നതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പാകിസ്ഥാനിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയാണ് സംസാരിച്ചത് എന്ന് മാത്രമല്ല BJP-യുമായി വളരെ നല്ല ബന്ധത്തിലായിരുന്നു. BJP-യെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആള് കൂടിയായിരുന്നു സോനം വാങ്ചുക്ക് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ സോനം വാങ്ചുക്ക് നിന്നപ്പോഴും അദ്ദേഹം വളരെ കൃത്യമായി വിഷയാധിഷ്ഠിതമായി പല നിലപാടുകളും എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോലും ഈ കഴിഞ്ഞ മഹാരാഷ്ട്രയിൽ പോലും എഡ്യൂക്കേഷൻ റിഫോംസ് കൗൺസിലൊക്കെ അദ്ദേഹം അംഗമായിരുന്നു. അതായത് BJP ഗവൺമെന്റുകൾ തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് പല സ്ഥലങ്ങളിലും ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ചുരുക്കം. പക്ഷേ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ഒരു ഗവൺമെന്റ് കാണിക്കുന്ന ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ അവരെ പരീക്ഷ നടത്താൻ കഴിയാതിരുന്ന വലിയ കുഴപ്പത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ തന്നെ രാജ്യദ്രോഹിയും ചൈനീസ് ചാരനും അതുപോലെ മറ്റു പലതുമൊക്കെ ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ചും ഇന്ത്യൻ ജനാധിപത്യം അത്രയൊന്നും വളർന്നിട്ടില്ലാത്തതിൻ്റെ ഒരു കാര്യം കൂടിയാണ്. ഇപ്പൊ ധാതുമണൽ പല കാര്യങ്ങൾ അത്തരത്തിലുള്ള പല ഫാക്ടറികൾ കമ്പനികൾ അവിടെ നിന്ന് വരുമ്പോൾ അതിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമരം നടത്തുകയുണ്ടായി. ഈ പറയുന്ന പോലെ ലഡാക്കിലും അതുപോലെ ജമ്മു കാശ്മീരിലും അടക്കം മൊത്തത്തിലും. അപ്പൊ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഏറ്റെടുക്കുമ്പോൾ ഗവൺമെന്റുകൾക്കോ പാർട്ടിക്കോ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ സ്വന്തം പാർട്ടി അണികളിലേക്ക് അവനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവൻ പറയുന്ന വിഷയത്തെ ഒന്നും എതിർക്കാൻ കഴിയില്ല. കാരണം അതിനെ കാര്യകാരണ സഹിതം എതിർക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇത് നമ്മുടെ എതിർ പാർട്ടിക്കാരുടെ ഒപ്പമാണ് എന്ന് പറയലാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും പയറ്റുന്ന ഒരു തന്ത്രമാണ്. അത് നമ്മുടെ ഒരു ജനാധിപത്യം വളരാത്തതിൻ്റെ കൂടി പ്രശ്നമാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കാനഡയിലോ അല്ലെങ്കിൽ UK-യിൽ ഇപ്പോൾ ബോറിസ് ജോൺസൺ അവിടെ നിന്ന് രാജിവെക്കേണ്ടി വന്നപ്പോൾ രാജിവെച്ചതിന്റെ കാരണം അദ്ദേഹം കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് അവിടെ ഒരു പാർട്ടി നടത്തിയതാണ്. ആ പാർട്ടി നടത്തിയപ്പോൾ ആദ്യം അത് രാജിവെക്കണമെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോഴും നമുക്കറിയാം അമേരിക്ക പോലെ രാജ്യത്തേക്ക് എടുത്തു നോക്കിയാലും ഡൊണാൾഡ് ട്രംപ് അടക്കം അതായത് അത്തരത്തിലുള്ള ആളുകളടക്കം പലപ്പോഴും അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരും. അത് ഈ കഴിഞ്ഞ തവണ കാനഡയിൽ ഒരു പ്രധാനമന്ത്രിയെ മാറ്റിയപ്പോഴും ആ പാർട്ടി തന്നെ ജനത്തിന്റെ ഹിതം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കി അവർ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ജനാധിപത്യം വളർന്നിട്ടില്ല എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് മാറേണ്ടത് എന്ന് പറയുന്നത് വസ്തുതയാണ്. പക്ഷെ അതിലേക്ക് എത്താൻ നമ്മൾ കുറെ കൂടി ടൈം എടുക്കും. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു ജനത്തിനൊന്നും ഇഷ്ടപ്പെടാത്തൊരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആണെങ്കിൽ പോലും അവരെ മാറ്റണം എന്ന് പറഞ്ഞ് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു കലാപം ഉണ്ടാകുകയും മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണതയില്ല. അത് പക്ഷേ ജനാധിപത്യം കുറെ കൂടി വികസിച്ച നാടുകളിലാണ് ഉള്ളത് എന്നുള്ളത് കറക്റ്റാണ്. അത് തന്നെയാണ് ഈ പറയുന്ന പോലെ ഗീതാഞ്ജലി പറഞ്ഞത്. പക്ഷെ അങ്ങ് പലപ്പോഴും പല നിലപാടുകൾ കൊണ്ട് പാർട്ടിയോടും ഒക്കെ കലഹിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ്, നിന്നിട്ടുള്ള ഒരാളുമാണ്. ഈ പൊളിറ്റിക്സിന്റെ ഈ ഗ്രാമർ മൊത്തത്തിൽ മാറണം എന്ന് ഇവർ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ആ ഒരു സ്ഥലത്ത് ജനാധിപത്യം വേണ്ട രീതിയിൽ വന്നിട്ടില്ല, ഇനിയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണോ അത് അർത്ഥമാക്കുന്നത്? ഒപ്പം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടി അടിമത്തം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ പേര് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ എന്താണ് ഈ പൊളിറ്റിക്സിന്റെ ഗ്രാമർ മൊത്തത്തിൽ മാറണം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അല്ല, പൊളിറ്റിക്സിന്റെ ഗ്രാമർ മാറണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന കാര്യം എന്നെനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു പ്രത്യയശാസ്ത്രത്തിനകത്ത് വിശ്വസിക്കുന്നു. ആ ഉദാഹരണത്തിന് മാർക്സിസം. അപ്പോൾ മാർക്സിസത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നു. നമ്മൾ ആ പാർട്ടിയിൽ അംഗമായിരിക്കുന്നു. ആ പാർട്ടി അനുവദിക്കുന്ന ചില പരിമിതികളുണ്ട് അഭിപ്രായ പ്രകടനത്തിന്. എന്നുവെച്ചാൽ അതിൻ്റെ കേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ കാര്യങ്ങൾ ഉള്ളിൽ പറയണം എന്നുള്ളതാണ്. ഘടകങ്ങളിൽ ചർച്ച ചെയ്യണം, പുറത്ത് ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഘടകങ്ങളിൽ ചർച്ച ചെയ്തത് പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഘടകങ്ങളിൽ ചർച്ച ചെയ്യുന്നത് പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പുറത്തു പറയേണ്ടി വരും.
പുറത്തു പറയുമ്പോൾ അത് അച്ചടക്കലങ്കലമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും, അവർ പുറത്താക്കപ്പെടും. എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ അയാളെ പാർട്ടി പുറത്താക്കേണ്ടതില്ല, അയാൾ പാർട്ടിക്ക് പുറത്താകേണ്ടതുമില്ല. അയാൾക്ക് ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആ പാർട്ടിക്കകത്ത് നിൽക്കാനായിട്ടുള്ള ഒരിടം, ഒരു സ്പേസ് നൽകുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ജനാധിപത്യ സാധ്യതകൾ വളർന്നാൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ പാർട്ടിയുടെ സ്പേസ് വലുതാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മാത്രമാണ് ജനാധിപത്യത്തിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് അതായത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആ പാർട്ടികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരം, ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ അഭിപ്രായ പ്രകടനം നടത്താനായിട്ടുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്ന തരത്തിലേക്ക് ജനാധിപത്യം വികസിച്ചാൽ മാത്രമാണ് ഗീതാഞ്ജലി പറയുന്നത് പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഗ്രാമർ മാറുകയുള്ളൂ. അങ്ങനെ പൊളിറ്റിക്കൽ ഗ്രാമർ മാറിയാൽ അവരിന്ന് കേട്ടതുപോലെയുള്ള ചീത്ത കേൾക്കേണ്ടി വരില്ല. കാരണം മോദി സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ അവർ ചൈനക്കാരിയായി മാറുന്നു, ചൈന ചാരയായി മാറുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ കോൺഗ്രസിനെതിരെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് തെറ്റെന്ന് തോന്നിയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ കോൺഗ്രസ്സുകാർ പറയാണ് ഇവർ സംഖ്യയാണ് എന്ന് പറയും. അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ് എന്ന തിരിച്ചറിവ് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ സമൂഹത്തിന് നൽകാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഗീതാഞ്ജലി പറയുന്ന വാചകത്തിൻ്റെ പ്രാധാന്യം. അതാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്കൽ ഗ്രാമർ മാറണം എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർക്കും അതിനകത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം നടത്താനായിട്ടുള്ള അവകാശം ഉണ്ടാകും. ഏത് സംവിധാനത്തിനോട് വിയോജിക്കാനായിട്ടുള്ള മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു പൂക്കാലത്തെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗീതാഞ്ജലി ഒരു വിദ്യാഭ്യാസ പ്രവർത്തക കൂടിയാണ്. അപ്പം അവര് രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് എന്താണ്, രാഹുൽ ജനങ്ങളെ വിഡ്ഢിയാക്കരുത്, ഇതിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല ഇദ്ദേഹം നയിക്കുന്ന ഈ സമരത്തിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇവരെ സംഖ്യയാക്കുന്നത്? ഇവർ ഈ ഒരു അഭിപ്രായം പറഞ്ഞത് തെറ്റിപ്പോയോ? അഭിപ്രായം പറഞ്ഞത് തെറ്റിപ്പോയതുകൊണ്ടല്ല. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ഇവർ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം അണികൾക്ക് പോലും പിന്നെ അവർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സമരത്തോട് കൂടുതൽ ആത്മാർത്ഥതയുണ്ട്, അവർ പറയുന്നത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്നു ചേരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ ജനാധിപത്യവും ഒക്കെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ജനാധിപത്യം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയും അത് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടനിലോ അമേരിക്കയിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ തന്നെ അവർ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡൊണാൾഡ് ട്രംപ് മത്സരിക്കാൻ വേണ്ടി വരുന്നത്, എങ്ങനെയാണ് ഹിലാരി ക്ലിന്റൺ മത്സരിക്കാൻ വേണ്ടി വരുന്നത് എന്നൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ കാണാം. കാരണം ഒരു പാർട്ടിക്കകത്ത് തന്നെ വലിയ പോരാട്ടം നടത്തുകയും രണ്ട് പാർട്ടികളായി പോലും എന്നുള്ള നിലക്ക് ഇവർ വലിയ പോരാട്ടം നടത്തുകയും അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പിന്നെ റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റുകളും തമ്മിൽ മാത്രമായി മത്സരം മാറുകയും അവരുടെ ഇടക്കുള്ള ഉള്ളിലുള്ള സ്പ്ലിറ്റ് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ തവണ കീർ സ്റ്റാർമർ അടക്കമുള്ള ഏറ്റവും ഒടുവിൽ നിരവധി ആളുകളെ കഴിഞ്ഞ ബ്രിട്ടനിലും പ്രധാനമന്ത്രിമാരെ മാറ്റി. ഇത് ഒരു പാർട്ടി തന്നെയാണ് മാറ്റുന്നത്. കാരണം ആ പാർട്ടിക്കുള്ളിൽ തന്നെ അവർക്കറിയാം ഇത് ജനസമ്മതി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ മാറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു മെക്കാനിസം, അതായത് നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ടിക്കകത്ത് പോലുമുള്ള ഒരു സ്വാതന്ത്ര്യം കുറെ കൂടി നൽകുന്ന, എന്നാൽ ആ സ്വാതന്ത്ര്യം കൊണ്ട് പാർട്ടിയൊന്നും തകർന്നു പോകാത്ത, വിഘടനങ്ങളൊന്നും സംഭവിക്കാത്ത ലെവലിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യൻ ഡെമോക്രസിയും ജനാധിപത്യവും ഒക്കെ വികസിക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വികസിച്ചിട്ടില്ലാത്തൊരു രാജ്യമാണ്. യഥാർത്ഥത്തിൽ ബ്രിട്ടനിലൊക്കെ നിങ്ങളൊരു കുട്ടികളോട് അവർ വൈകി എത്തുന്നു, വീട്ടിലാരും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കാൻ പറയും, അല്ലെങ്കിൽ അവിടെ പോലീസിന്റെ കെയർ തേടാൻ പറയും. അപ്പോൾ അങ്ങനെ പോലീസ് എന്ന് പറയുന്നത് ഒരു പൊതുജനങ്ങളുടെ സംരക്ഷകരോ അല്ലെങ്കിൽ അവരെ സഹായത്തിനെത്തുന്ന ആളുകളായിട്ടോ പോലും നമ്മുടെ ഇവിടെ ഇപ്പോഴും മാറിയിട്ടില്ല.
പലപ്പോഴും നമ്മുടെ ഇവിടെ ഇപ്പോഴും CPM ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ പോലീസും പട്ടാളവും എന്നൊക്കെ പറയുന്ന ഒരു മർദ്ദനോപകരണങ്ങളായി മാത്രം മാറുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇനിയും ഒരുപാട് ഇവോൾവ് ചെയ്യാനുണ്ട്. ആ ഇവോൾവ് ചെയ്യാനുള്ള കാര്യം പറയാൻ ഏറ്റവും അർഹതയുള്ള ഒരാളാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. കാരണം സോനം വാങ്ചുക്കൊക്കെ അങ്ങനെ പലതര സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമാണ്, ശരിയാണ് എന്ന് തോന്നുന്ന നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ ലെവലിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ ഇവോൾവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാഷി, ഇവിടെ ദേശസ്നേഹി ആരാണ്, ആർക്കാണ് ദേശസ്നേഹം എന്നുള്ളത് എപ്പോഴും ഡിബേറ്റബിൾ വിഷയമാണ്. BJP വിചാരിക്കുന്നത് BJP ദേശസ്നേഹികൾ അല്ലെങ്കിൽ RSSകാരാണ് ദേശസ്നേഹികൾ എന്നുള്ളതാണ്. ഇവിടെ ഗീതാഞ്ജലി പറഞ്ഞത് ഇന്റഗ്രിറ്റി ഉള്ള ആരും ദേശസ്നേഹിയാണ്, ദേശത്തോട് പാർട്ടി അഫിലിയേഷൻ വേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ CJP നടത്തിയ ഈ ഒരു സമരം ഞാൻ വിലയിരുത്തുന്നത് ഒരു ദേശസ്നേഹികൾ നടത്തിയ വലിയൊരു സമരമായിട്ടാണ്. കാരണം അവർ ഗവൺമെന്റിന്, സർക്കാരിന് കാണിച്ചു കൊടുത്തു അവരുടെ വീഴ്ചകൾ എന്താണ്, എന്ത് പ്രിൻസിപ്പിളിലാണ് അവർ അടിയുറച്ച് നിൽക്കേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ CJP ആണ് സർക്കാരിന് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് CJP സമരം എന്ന് പറയുന്നത് ദേശസ്നേഹികൾ നടത്തിയൊരു സമരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ദേശസ്നേഹം? നമ്മൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. കാരണം നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ എവിടെയും സംസാരിക്കുന്നത് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞിട്ടാണ്. ആ ഇന്ത്യനത്വത്തെയാണ്, അല്ലെങ്കിൽ ഭാരതീയതയാണ് നമ്മൾ നമ്മുടെ ദേശീയതയായിട്ട് നമ്മൾ കണക്കാക്കണം. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. നമ്മളിന്ന് രാവിലെ ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രിയിൽ ഭക്ഷണം ചിലപ്പോൾ കഴിക്കുന്ന അമേരിക്കയിലായിരിക്കും. അങ്ങനെ നമുക്ക് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ എപ്പോഴും സഞ്ചരിക്കാനും വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലെ ആളുകളുമായിട്ട് ഇടപഴകാനും ഒക്കെ ആയിട്ടുള്ള അവസരങ്ങളുടെ ഒരു ലോകമാണ് പൊതുവെ തുറക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് ഈ ഗ്ലോബലൈസ്ഡ് സൊസൈറ്റി പറയുന്നത്, നിങ്ങൾ തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി എന്ന് പറയും. നിങ്ങൾ പ്രാദേശികമായിട്ട് പ്രവർത്തിക്കൂ, പക്ഷേ ആഗോളമായി ചിന്തിക്കുന്നു. ആഗോള പൗരന്മാരുടെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ അമേരിക്കയിലായാലും ജർമ്മനിയിലായാലും ഓസ്ട്രേലിയയിലായാലും നമ്മൾ ഇന്ത്യക്കാരായി നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരനാക്കി നിർത്തുന്ന നമ്മളുടെ ഒരു സ്വത്വബോധമുണ്ട്. അതിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് പുലർത്തുന്ന ആരും പെട്രിയോട്ടാണ്, ദേശസ്നേഹിയാണ്. അല്ലാതെ RSSകാരനോ BJPക്കാരനോ പറയുന്നത് പോലെ ഉള്ള ഒരു അതിതീവ്ര ദേശീയതയുടെ പ്രശ്നമല്ല. ഈ അതിതീവ്ര ദേശീയതയാണ് അവർ യഥാർത്ഥത്തിൽ ആയുധമായിട്ട് ഉപയോഗിക്കുകയും അത് മറ്റുള്ളവരെ, എതിരാളികളെ മുഴുവൻ താർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ സർക്കാരിനെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ ഉടനെ തന്നെ ഇവർ വിളിച്ച് കൂവും, ഇവൻ ദേശദ്രോഹിയാണ് എന്ന്. അതാണ് ദേശസ്നേഹത്തിൻ്റെ അടിത്തറ? അല്ല. നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നതാണ് ദേശസ്നേഹത്തിൻ്റെ അടിത്തറയും അതിൻ്റെ ശക്തിയും. അത് നമുക്കറിയാം, ലോകത്തിനറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ ദേശസ്നേഹിയാക്കാനും നമ്മളെ ദേശദ്രോഹിയാക്കാനായിട്ടുള്ള അവകാശമൊന്നും RSSകാർക്കും BJPക്കാർക്കും ആരും കൊടുത്തിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കാര്യത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഗീതാഞ്ജലി അവരുടെ അഭിപ്രായം പറയുന്നത്. കാരണം അവർ ഇന്ത്യക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ ഭാഗമാണ്. ആ പ്രദേശത്തിൻ്റെ വളർച്ചയും വികാസവും ഇന്ത്യയുടെ വളർച്ചയും വികാസമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. എന്നിട്ട് അത് സർക്കാരിനെതിരെ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള സൂചന നൽകുന്നതാണ് എങ്കിൽ ഉടനെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച അവരെ ചൈനക്കാരിയായിട്ട് മുദ്രയടിക്കുന്ന, ചാപ്പയടിക്കുന്ന ആ പരട്ട് ദേശസ്നേഹം എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇതിൽ ഞാൻ ഇത് ചോദിച്ചുകൊണ്ട് നിർത്താം. ഇതിലിവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരേ കൊടിയാണ്, ഡിഫറെൻ്റ്, അതായത് വ്യത്യസ്തമായ കൊടിയാണ്, പക്ഷെ സെയിം പ്ലേ ബുക്കാണ്. ഇവർ കളിക്കുന്നത് ഒരേ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കുറ്റപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിനെയും BJPയുമാണ്. കോൺഗ്രസ് മുതുമുത്തശ്ശിയായിട്ടുള്ളൊരു പാർട്ടിയാണ്. അവർക്ക് ഈ സമരം പോലും യഥാർത്ഥത്തിൽ വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഏറ്റവും അവസാനമാണ് രാഹുൽ ഗാന്ധി ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. കുറേ നാൾ രാഹുൽ ഗാന്ധി അജ്ഞാതവാസത്തിലായിരുന്നു വിദേശത്ത്. ഭയങ്കര അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് എന്ത് ആവശ്യം ഈ നാട്ടിൽ? ഇപ്പം അഭിജിത് ദീപ്കയുടെ 2025 അദ്ദേഹം എക്സിലാറ്റം എഴുതിയ ഒരു ട്വീറ്റ് ഇപ്പം കുത്തിപ്പൊക്കിയിട്ടുണ്ട് പലരും. അതിൽ അഭിജിത് ദീപ പറയുന്നത് രാഹുൽ ഗാന്ധി ബാറ്റ്സ്മാനായിട്ട് ഗ്രീസിൽ ഇരിക്കുന്നിടത്തോളം കാലം BJP ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പഴയ പാർട്ടികളൊക്കെ മാറി പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ രൂപപ്പെടണം എന്ന് തന്നെയല്ലേ ഈ ഗീതാഞ്ജലിയുടെ മൊത്തത്തിലുള്ള അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്?
ഗീതാഞ്ജലി പറഞ്ഞു വെച്ചത് അത് തന്നെയാണ്. അത് നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ മറ്റൊരു കാര്യവും കൂടി ഇതിൽ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ വയ്യ. അപ്പൊ ദേശസ്നേഹം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പാട്രിയോട്ട് ആകുക എന്ന് പറയുന്നതിനേക്കാൾ നമ്മളൊരു തീവ്ര ദേശീയവാദിയാകുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പിന്നിലും നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു തന്ത്രം തന്നെയുണ്ട്. അതായത് ഇവർ നമ്മുടെ പാർട്ടിക്കാരനല്ല, അപ്പുറത്തെ പാർട്ടിക്ക് വേണ്ടി നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഒരു കുറച്ചുകൂടി കൂടിയ ഒരു എക്സ്റ്റൻഷനാണ് ഞങ്ങൾ ദേശീയവാദികളും ഞങ്ങൾ ദേശസ്നേഹികളും നിങ്ങൾ ദേശസ്നേഹികളല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ യഥാർത്ഥ ദേശസ്നേഹി എന്ന് പറയുന്നത് ഇവിടെ ഭരണകൂടം എന്ത് മര്യാദകേട് കാണിച്ചാലും അതിനെ മിണ്ടാതിരിക്കുന്നവരല്ലല്ലോ. യഥാർത്ഥ ദേശസ്നേഹികളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും 22 കുട്ടികൾ ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന, അവരുടെ ഒരു തെറ്റും ചെയ്യാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി എന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ തയ്യാറാകും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. അതുകൊണ്ട് അവരെ മറ്റുള്ളവരെ ദേശസ്നേഹികളല്ല, അവർ ദേശദ്രോഹികളാണ് എന്നൊക്കെ വിളിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ യഥാർത്ഥ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താതെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ്. ഒരു വാചകവും കൂടി പറയാം. കോൺഗ്രസ് പോലൊരു പാർട്ടി ഇന്ത്യയിൽ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. അതിപ്പോ ഗീതാഞ്ജലി വാഗ്മയല്ല, നാളെ സോനം വാങ്ചുക്കൽ ആര് പറഞ്ഞാലും അത് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോൺഗ്രസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന സഹിഷ്ണുതയുടെ ഒരു പാർട്ടി കൂടിയാണ്. അപ്പൊ അവർ ഇന്ത്യയിൽ അവരെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു പാർട്ടിയൊന്നും ഇപ്പൊ ഇല്ല. ആ പാർട്ടി നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സോനം വാങ്ചുക്കിനും ഗീതാഞ്ജലിക്കൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അതിൽ പലപ്പോഴും അദ്ദേഹത്തിന് ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മയെക്കുറിച്ച്, പെർസ്പെറൻസ് ഇല്ലായ്മയെക്കുറിച്ചൊക്കെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇപ്പൊ തൽക്കാലമെങ്കിലും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ്. അല്ലാതെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഒരു പാർട്ടി എല്ലാ പാർട്ടികളും നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. പാർട്ടികളൊക്കെ നിലനിൽക്കുമ്പോൾ മാത്രമുള്ള ഈ ജനാധിപത്യത്തിൻ്റെ ഒരു മഴവിൽ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പാർട്ടികൾ കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെന്ന് മാത്രമേ. പുതിയൊരു രാഷ്ട്രീയ ഗ്രാമർ രൂപപ്പെടണം എന്നതിൻ്റെ അത് തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ CJP മുമ്പോട്ട് വെക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. കാരണം വെറും 3 മാസം കൊണ്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റി. ഇവിടെ കുറേ അധികം സംഘടനകൾ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. 100-200 ആളുകളെ വെച്ചിട്ട് അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പൊടുന്നനെ രൂപപ്പെട്ട CJPക്ക് ഒരു സമരം വിജയിപ്പിക്കാൻ പറ്റി എന്ന് പറയുന്നത് ഒരു വലിയ അതിശയം തന്നെയാണല്ലോ. അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു വാചകം കൂടി പറയാം. അതിൽ ഈ പറയുന്ന 200 പേരുടെ പാർട്ടി 300 പേരുടെ പാർട്ടി എന്നുള്ളതിലൊന്നും അല്ല ഗൗതം. ഒരു വിഷയം അവർ ഏത് വിഷയം എടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നു, ആ വിഷയത്തോട് അവർ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളത് കൂടി ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കതിന് യൂണിറ്റ് കമ്മിറ്റികളോ മേഖലാ കമ്മിറ്റികളോ ജില്ലാ കമ്മിറ്റികളോ പോലും വേണ്ട. പകരം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പറയാനും അതിന് സപ്പോർട്ട് നേടാനും കഴിയുമെന്നാണ് പുതിയ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം എന്തായാലും സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ ചാപ്പേടി ഇല്ലാതെ അഭിപ്രായം പറയാനൊക്കെ എല്ലാവർക്കും പറ്റട്ടെ.